നിഖിൽ നാഗേഷ് ഭട്ടിന്റെ സംവിധാനത്തിൽ 2024 സൂപ്പർ ഹിറ്റായി ഹിന്ദി ആക്ഷൻ ചിത്രമായിരുന്നു കിൽ. ജൂലൈ 5 കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. ആക്ഷൻ ത്രില്ലറായ ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് എങ്ങു നിന്ന് ലഭിച്ചത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായമുണ്ടായത്. കേരളത്തിൽ നിന്നുള്ള പ്രേക്ഷകരുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ചിത്രത്തിന്റെ കേരളത്തിലെ നേട്ടം പങ്കുവച്ചുകൊണ്ടും സംവിധായകൻ നിഖിലിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്പോൾ വൈറലാണ്. അടുത്തിടെ ഹിന്ദിയിൽ നിന്ന് സൂപ്പർ സ്റ്റാറുകളുടെ വമ്പൻ ചിത്രങ്ങൾ കേരളത്തിൽ റിലീസ് ചെയ്തെങ്കിലും കിൽ മാത്രമായിരുന്നു കേരളത്തിൽ ആകെ വിജയിച്ച ഹിന്ദി ചിത്രം. മലയാളി പ്രേക്ഷകരിൽ നിന്നുള്ള മികച്ച അഭിപ്രായമാണ് കില്ലിന്റെ വിജയത്തിന് കാരണം. 15 മുതൽ 20 ഷോ വരെയായിരുന്നു കില്ലിന് ആദ്യ ദിനം ഉണ്ടായിരുന്നത്. ഒരു പുതുമുഖ നടന്റെയും അത്ര പോപ്പുലർ അല്ലാത്ത സംവിധായകന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നിട്ടുകൂടി കില്ലിന് കേരളത്തിൽ നിന്ന് ലഭിച്ച സപ്പോർട്ട് വളരെ വലുതായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 3.25 കോടിയാണ് ചിത്രം നേടിയത്. ഇതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് സംവിധായകൻ നിഖിൽ നാഗേഷ് ഭട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തത്. ലക്ഷ്യ, രാഘവ് ജുയൽ, ആശിഷ് വിദ്യാർത്ഥി, ഹർഷ ഛായ, അഭിഷേക് ചൗഹാൻ എന്നിവർ പ്രധാന വേഷം ചെയ്ത ചിത്രം കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചത്. 1995 ഒരു ട്രെയിൻ യാത്രക്കിടെ സംവിധായകൻ നിഖിൽ നാഗേഷ് ഭട്ട് നേരിട്ട കവർച്ചയിൽ നിന്നാണ് കിൽ എന്ന ചിത്രം ഉണ്ടായത്. 40 കോടിയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. 40 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം 47.12 കോടിയാണ് ആഗോളതലത്തിൽ നേടിയത്. സിനിമയിൽ വില്ലനായി അഭിനയിച്ച കൊറിയോഗ്രാഫർ കൂടിയായ രാഘവ് ജുയലിന്റെ കേരളത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള പരാമർശം സോഷ്യൽ മീഡിയയിൽ നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു. ബോളിവുഡിൽ നിന്ന് വ്യത്യസ്തമായി സൗത്ത് ഇന്ത്യയിലാണ് കില്ലിന് കൂടുതൽ പിന്തുണ ലഭിച്ചതെന്നും അതിൽ കേരളത്തിലെ പ്രേക്ഷകരുടെ പിന്തുണ വളരെ വലുതാണെന്നും രാഘവ് പറയുന്നു. ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തങ്ങളുടെ സിനിമകൾ ബഹിഷ്കരിക്കാൻ ഹാഷ്ടാഗ് ഉണ്ടാകുന്ന തിരക്കിലാണ്. പക്ഷേ സിനിമ റിലീസ് ചെയ്യുമ്പോൾ കാണാൻ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാം, പക്ഷേ ആദ്യം സിനിമ കാണുക. സൗത്തിൽ, പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ അവർ നിർമ്മിക്കുന്ന സിനിമകൾ കാണുക. അത് ആവേശമോ മഞ്ഞുമൽ ബോയ്സോ ആയിക്കോട്ടെ എന്നായിരുന്നു യൂട്യൂബ് ചാനലായ ഡിജിറ്റൽ കമൻട്രിക്ക് നൽകിയ അഭിമുഖത്തിൽ രാഘവ് ജുയാൽ പറഞ്ഞത്.